ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോൾ നമ്മൾ സമയം നോക്കാറേ ഇല്ലെന്ന് പറയുന്നത് ശരി തന്നെയാണ്. ഞാൻ ഇന്ന് വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ രാത്രി 3 മണിയായി. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ സീരീസ്. ഇന്ന് എനിക്ക് 3 വർക്കാണ് ഉണ്ടായത്. ആദ്യത്തെ ലൊക്കേഷൻ വരുന്നത് നെല്ലിക്കുന്നായിരുന്നു. ഗസ്റ്റ് തന്നെ ചെയ്യാനായിരുന്നു ഉണ്ടായിരുന്നത്. എത്തിയപ്പോൾ തന്നെ ബ്രൈഡിന്റെ ഫോട്ടോഷൂട്ടാണ് ഈ കാണുന്നത്. 12 മണിക്കായിരുന്നു ആദ്യത്തെ സ്ലോട്ട്. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം എന്നായിട്ടത് ബ്രൈഡിന്റെ സിസ്റ്റർ ആയിരുന്നു. ക്ലൈന്റ് കേരളക്കാരായിരുന്നെങ്കിലും അവർ താമസിച്ചിരുന്നത് ചെന്നൈയിലായിരുന്നു. കല്യാണത്തിനായി തറവാട്ടിലേക്ക് വന്നതാണ്. ഈ ഗസ്റ്റ് ലണ്ടനായിരുന്നു. ആൾക്ക് മെഹന്തിനെ കുറിച്ച് ധാരണയൊന്നും ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് നോക്കി കുറച്ച് ഡിസൈൻ ഒക്കെ കാണിച്ചു അതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തു. അങ്ങനെ ഓരോരുത്തർ വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഒക്കെ കാണിച്ചു അതുപോലെ തന്നെ ഓരോരുത്തർക്ക് ഞാൻ ചെയ്തെടുത്തിരുന്നു കേട്ടോ. ബ്രൈഡിന്റെ അമ്മ ഏറ്റവും സിമ്പിൾ ഡിസൈൻ ആണ് ചൂസ് ചെയ്തത്. അവിടുന്ന് നേരെ സെക്കൻഡ് ലൊക്കേഷനിലേക്ക് പോയി. 6 മണിയാകുമ്പോഴേക്കും ഞാൻ ലൊക്കേഷനിലേക്ക് എത്തി. രണ്ടാമത്തെ സ്ലോട്ടും പാർട്ടി തന്നെയായിരുന്നു. ആദ്യം ചെറിയ കുട്ടികൾക്ക് ഇട്ടതിന് ശേഷമാണ് വലിയവർക്ക് ഇട്ടത്. ഇടയ്ക്ക് ജ്യൂസ് ഒക്കെ കുടിച്ചു. എല്ലാവരും ചൂസ് ചെയ്ത് തന്നെ അറബിക് ഡിസൈൻ ആയിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ ഇവരുടെ അടുത്തേക്ക് ഒരു 4-5 പ്രാവശ്യമായി പോകുന്നത്. അങ്ങനെ പോകുമ്പോ തന്നെ അവരെന്നെ വിളിക്കുമ്പോ തന്നെ എന്ത് സന്തോഷമാണെന്ന് അറിയോ. നമ്മൾ പ്രതീക്ഷിക്കാതെ ചില വർക്കുകൾ വരുന്നില്ലേ. ആ ഒരു വർക്കായിരുന്നു മൂന്നാമത്തേത്. മൂന്നാമത്തെ ക്ലയന്റിന് രംഗോലി നൈറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ 10:30 മണിയാകുമ്പോഴേക്കാണ് എത്താൻ പറഞ്ഞത്. അവിടെ എത്തി കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. പെട്ടെന്ന് തീരുന്ന പോലത്തെ ഡിസൈൻ ആണ് ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഡിസൈനാണ് ചൂസ് ചെയ്തത്. 11:30ക്കാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഫ്രണ്ട് ഹാൻഡ് രണ്ടും ഫിനിഷ് ആവുമ്പോഴേക്കും 1 മണിയായി. 2:30 ആവുമ്പോഴേക്കും ബാക്ക് സൈഡും നല്ല ക്ഷീണുണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് മാത്രമേ എടുത്തിരുന്നുള്ളൂ. 3 മണിയായപ്പോഴേക്കും ഞാൻ വീട്ടിലെത്തി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരാം. ബൈ.